2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണലിലെ 6 മണിക്കൂർ പിന്നിടുമ്പോൾ ഇന്ത്യ മുന്നണി നേടിയിരിക്കുന്നത് അഭൂതപൂർവമായ മുന്നേറ്റമാണ്. 240 സീറ്റുകളിൽ അവർ മുന്നിട്ട് നിൽക്കുന്നു. NDAയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ BJP കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹരിയാനയിൽ കഴിഞ്ഞ തവണ 10-ൽ 10 നേടിയെടുത്ത് ഇക്കുറി 6 സീറ്റുകൾ അതിദയനീയമായി പിന്നോട്ട് പോയി. എടുത്തു പറയേണ്ടത്, കൃത്യമായും ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ 6 പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ അതിദയനീയമായി പിന്നിലേക്കായി എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കോംബോ വർക്കൗട്ടായി. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലായിരുന്നാലും ഗണ്യമായിട്ടുള്ള വർധനവ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകമാണ്. കോൺഗ്രസ് കൃത്യമായി തന്നെ പറയുന്നു, നരേന്ദ്രമോദി ധാർമ്മികമായി പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹം പ്രധാനമന്ത്രിയാവുക എന്നുള്ളത് രാജ്യത്തോട് നടത്തുന്ന വെല്ലുവിളി എന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഇന്ത്യ മുന്നണി കൃത്യമായി പറയുന്നുമുണ്ട്, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കില്ല എന്ന രീതിയിലേക്ക് തന്നെ വ്യക്തമായി അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, കോൺഗ്രസ് ഒരു കാര്യം കൂടി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു, ഇന്ത്യ മുന്നണിക്ക് ഇനിയും മുന്നേറാൻ കഴിയും. കാരണം ഇനിയുള്ള ഏകദേശം 100ഓളം സീറ്റുകളിൽ 10,000-ൻ്റെ വ്യത്യാസം മാത്രമേ വോട്ടെണ്ണലിൽ അവിടെ ഉള്ളൂ. ഒന്നാം സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും രണ്ടാം സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ആ ഒരു വോട്ട് ഷെയറിൻ്റെ കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഇനിയും വോട്ട് ഷെയർ എണ്ണിത്തിട്ടപ്പെടുത്താനുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 40% എണ്ണിയ മണ്ഡലങ്ങൾ പലയിടമുണ്ട്. അതിൽ തന്നെ 70-80% എണ്ണിയ പല മണ്ഡലങ്ങളും ഉണ്ടെങ്കിലും 100ഓളം മണ്ഡലങ്ങളിൽ 40% വോട്ടുകളെ എണ്ണിക്കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയേണ്ട കാര്യമാണ്. ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ബഹുദൂരം മുന്നിലേക്ക് പോകുമെന്നും കൃത്യമായി പറഞ്ഞ ടോട്ടലിലേക്ക് എത്തുമെന്നും ഇന്ത്യ മുന്നണി പ്രവചിച്ചത് 290-ന് മേളിലേക്കുള്ള സീറ്റ് തന്നെയാണ്. ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നും വളരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉത്തർപ്രദേശിൽ അലയടിച്ചു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും വാരണാസിയിൽ കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വന്നെങ്കിൽ അതൊരു കൃത്യമായ സൂചന തന്നെയാണ്. അതുമാത്രമല്ല, അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലേ, എന്താ പേടിച്ചു പോയോ എന്ന് കളിയാക്കി പരിഹസിച്ച സ്മൃതി ഇറാനി വളരെ ദയനീയമായി പരാജയത്തിലേക്ക് നീങ്ങുന്നൊരു കാഴ്ച. കോൺഗ്രസിൻ്റെ കിഷോരിലാൽ 80,000-ലധികം വോട്ടിൻ്റെ റെക്കോർഡ് ലീഡിലേക്ക് വരുന്നു. റായ്ബറേലിയിൽ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 2 ലക്ഷത്തിലേക്ക് ഉയരുന്നു. ഇതാണ് മനോഹരമായ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ നേർരേഖ എന്ന് വ്യക്തമാകും.